കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കടുത്ത ആരോപണങ്ങൾ ഉയർത്തിവിടുവാൻ കഴിയുന്ന മറ്റൊരവസരം കൂടി കോൺഗ്രസിന് ലഭിച്ചിരിക്കുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടാതെ വരാൻ പോകുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി കോൺഗ്രസിന്റെ കയ്യിൽ ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരായിട്ടുള്ള SFIOയുടെ പുതിയ കണ്ടെത്തലുകൾ. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രമാണ് സേവനം നൽകാതെ വീണ വിജയന് പണം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഉത്തരവാദിത്വം വന്ന് ചേരുന്നത് മുഖ്യമന്ത്രിയിലാണ് എന്ന KC വേണുഗോപാൽ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മാധ്യമങ്ങളെ കാണവേ ഇന്ന് പറഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടറി വീണ വിജയനെതിരെ കേസിൽ മുഖ്യമന്ത്രിക്ക് പ്രതിരോധം തീർക്കുന്നത് ഗത്യന്തരമില്ലാതെയാണ്. എതിർത്താൽ ഗോവിന്ദൻ മാസ്റ്റർക്ക് പാർട്ടി സെക്രട്ടറിയായി തുടരാൻ പറ്റുമോ എന്നും KC വേണുഗോപാൽ ചോദിച്ചു. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും എതിരായി CPM ആരോപണം ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ SFIOയുടെ അന്വേഷണ റിപ്പോർട്ടിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് മലക്കം മറിയുവാനുള്ള സഖാക്കളുടെ കണ്ടെത്തലാണ്. വഖഫ് ബില്ലിൽ CPMന്റെ ആത്മാർത്ഥത സംശയമാണ്. അങ്ങനെയെങ്കിൽ ബില്ല് ചർച്ചയ്ക്കെടുക്കുന്ന ദിവസം പാർട്ടി കോൺഗ്രസ് നടത്തില്ലായിരുന്നു, 2 ദിവസം അവധി നൽകാമായിരുന്നുവല്ലോ. CPMന്റെ MP ആദ്യം പാർട്ടി ചർച്ചയിൽ പങ്കെടുക്കാതെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുവാൻ പോയതല്ലേ, അവിടെ നിന്ന് വിളിച്ചല്ലേ പങ്കെടുപ്പിച്ചത്. വഖഫ് ബില്ലിൽ 2.5 മണിക്കൂർ സംസാരിച്ചത് കോൺഗ്രസ് അംഗങ്ങൾ മാത്രമാണ്. ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസ് അംഗങ്ങൾ സംഘപരിവാറിന്റെ അജണ്ട തുറന്നുകാട്ടി. വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന സോണിയാഗാന്ധി പോലും പുലർച്ചെ 4 മണിക്കാണ് രാജ്യസഭയിൽ വോട്ട് ചെയ്തത്. BJPക്കെതിരെയും RSSനെതിരെയും പ്രസംഗിച്ചതിന്റെ പേരിൽ 21 കേസുകൾ നേരിട്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് CPM സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. ഈ ബില്ല് വന്നയുടനെ ഇന്ത്യ മുന്നണിയുടെ യോഗം വിളിച്ചുകൂട്ടി ഘടകകക്ഷി നേതാക്കളുമായി ചർച്ചയ്ക്ക് നേതൃത്വം വഹിച്ചതും രാഹുൽ ഗാന്ധിയാണ്. പ്രിയങ്ക ഗാന്ധിക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു വിദേശയാത്ര മുൻകൂട്ടി തയ്യാറാക്കിയത് ഉള്ളതുകൊണ്ടാണ് ചർച്ചയിൽ പങ്കെടുക്കുവാൻ കഴിയാതെ പോയത്. പാർട്ടി പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിന്റെ അനുമതി നേരത്തെ വാങ്ങിയ ശേഷമാണ് പ്രിയങ്ക ഗാന്ധി പോയത്. വഖഫ് ബിൽ ചർച്ച നടക്കുന്നത് സംബന്ധിച്ച തീയതി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ഷോർട്ട് പീരീഡിലാണ്. സംഘപരിവാറിനൊപ്പം ചേർന്ന് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ആക്രമിക്കുവാനാണ് സഖാക്കൾക്ക് താല്പര്യം. തരം കിട്ടിയാൽ മോദിയുടെ കാലുപിടിക്കാൻ മടിയില്ലാത്ത CPM നേതാക്കളുടെ സർട്ടിഫിക്കറ്റ് RSSനും BJPക്കും എതിരായ പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വേണ്ടെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. ശക്തമായ ഭാഷയിലാണ് പിണറായി വിജയനെതിരെയും CPMനെതിരെയും പിണറായി വിജയന്റെ മകൾക്കെതിരായുള്ള ആരോപണത്തിനെതിരെയും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ശബ്ദമുയർത്തിയിരിക്കുന്നത്.